നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയം. പെട്ടി എന്ന് പറഞ്ഞിട്ടൊരു കടയിലാണ് ഇവിടെ ഫെസ്റ്റ് നടക്കുന്നിടത്തുള്ളത്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഈ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. എന്തൊക്കെയാണ്? 12 ചേരുവ ചേർത്ത കരിപ്പെട്ടി, ചുക്ക്, ജീരകം, തിപ്പല്ലി, ശംഖുപുഷ്പം, ബ്രഹ്മി, അരുത, തുളസി, കാപ്പിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യുന്നത്. 2 ഗ്ലാസ് ചുടുവെള്ളത്തേക്ക് ഒരു കട്ടട്ട ചുക്ക് കാപ്പിയായിട്ട് കുടിക്കുക. ഇനി തൊണ്ടവേന പനിയൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കഴിച്ചാലും മതി. അലിഞ്ഞും പോവില്ല, പൂത്തും പോവില്ല. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കുക. പനവെള്ളത്തിൽ തയ്യാറാക്കേണ്ട പഞ്ചസാരല്ല. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്താണ്? ജലദോഷം, പനി, കഫക്കെട്ട്, തൊണ്ടവേദന, വയറുവേദന, ദഹനത്തിനൊക്കെ അല്ല. ഇതിപ്പോൾ എങ്ങനെ മേക്ക് ചെയ്യുന്ന നിങ്ങളെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഇത് പനങ്കള്ളിലാണ് ഈ ചേരുവകൾ ചേർക്കണം. 12 ചേരുവകൾ ചേർക്കണം. ഇത് ജലദോഷം പനിയൊക്കെ വരുമ്പോൾ കഴിക്കണേ, ചുമ്മാ ഇരിക്കുമ്പോൾ കഴിക്കണേ, കാപ്പിട്ട് കുടിക്കുമ്പോൾ കഴിക്കണേ. ഇതിപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? എങ്ങനെയാണ് ഇത് വരുന്നത്? 1 കിലോ 200 രൂപ. 1 കിലോ 200. അടുത്തുള്ളത് കൂത്താമ്പള്ളി രാമൻ കൈത്തറി കട എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ്. ഇവിടെ ഈ കൈത്തറികൾ ഉണ്ടാക്കിയ തോർത്ത് മുണ്ടികൾ, അത് കണക്ക് തന്നെ മുണ്ടുകൾ, അത് കണക്ക് ലുങ്കികൾ, അതിനകത്തുള്ള ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഇതിൻ്റെ കേരള ഹാൻഡ്ലൂംസ് ടവലൊക്കെ വരുന്നത് 4 പീസിന് 200 രൂപ വെച്ചിട്ടാണ്. പിന്നെ അതേ കണക്ക് തന്നെ സാരികൾ വരുന്നത്, അതായത് കൈത്തറികൾ ഉണ്ടാക്കിയ സാരികൾ വരുന്നത് 50% ഓഫറിലൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ലുങ്കികളുടെ പ്രൈസ് എന്ന് പറയുന്നത് 1 പീസിന് 200 രൂപയാണ്, ബെഡ്ഷീറ്റിന് 600 രൂപയും. അതേപോലെയാണ് ഇതിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ കൈത്തറികൾ ഉണ്ടാക്കിയ പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറേ ഐറ്റംസ്, അതാണ് ബീഹാർ, പാട്യാല, അതേപോലെ ബംഗാളിൽ നിന്ന് വന്ന, ആസാമിൽ നിന്ന് വന്ന പലതരത്തിലുള്ള ഹാൻഡ്ലൂം ഐറ്റംസാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതായത് 3 സെക്ഷനായിട്ടാണ് ഇവിടെ ഈ സാധനങ്ങളുടെ എല്ലാം സെക്ഷൻസ് വന്നേക്കുന്നത്. അതായത് ഡ്രസ്സുകളാണെങ്കിലും അതേ കണക്ക് തന്നെ ആൻറ്റിക്സ് സാധനങ്ങളാണെങ്കിലും പെയിൻറ്റിങ്സ്, അതേപോലത്തുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ലഭിക്കുന്നതാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് കുട്ടികൾക്കുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ടോയ്സ്, അതേ കണക്കുള്ള വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ രീതിയിലുള്ള കുറേ ഐറ്റംസാണ്. ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള ചെരുപ്പുകളുടെ ശേഖരവും അതിനായിട്ടുള്ള ഷോപ്സും അവൈലബിൾ ആണ്. ഇതിപ്പം ഹരിയാന മോഡൽ, ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകളുടെ മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പ് ഇതാണ്. കോട്ടണിലൊക്കെ വരച്ചെടുത്ത അല്ലെങ്കിൽ അതേ കണക്ക് തന്നെ തുന്നിയെടുത്ത പെയിൻറ്റിങ്സുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അത് ഫ്രെയിം ചെയ്തുകൊണ്ട്, അല്ലാതെ നമ്മുടെ വാളിൽ അല്ലാതെ തന്നെ തൂക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത രീതി. സ്നാക്സിൻ്റെ തന്നെ ഒരു വലിയ ശേഖരം ഇവിടെ തന്നെ ഉണ്ട്. അതായത് മുംബൈ നംകീൻ എന്ന് പറയുക, മുംബൈ സ്പെഷ്യലായിട്ടുള്ള കുറേ സ്നാക്സുകളുടെ, അതായത് നമ്മുടെ നാട്ടിൽ വരുന്ന മിച്ചർ, അതിനൊക്കെ തന്നെ കടല, അതേപോലത്തുള്ള ഐറ്റംസുകളുടെ ഒരു കുറച്ച് ഐറ്റംസ് ഇവിടെ. തന്നെ അടുത്ത ഐറ്റംസാണ് രാജസ്ഥാനി അച്ചാർ. രാജസ്ഥാനി പിക്കിൾസിൻ്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ് ഉള്ളത്. അത് വിവിധ തരത്തിലുള്ള അച്ചാറുകളാണ് മറ്റും. 1/4 किलो 200, kg 800 रुपीज़ आएगा सर. ये राजस्थानी स्पेशल प्रोडक्ट आता है.
और हमारे पास हर क्वालिटी का अचार आपको मिल जाएगा। 70 से 80 वैरायटी का अचार है। कितने वैरायटी अचार में? 80 वैरायटी 80 जी। हमारे पास वारतुल्ली अचार आएगा, वारतुल्ली चटनी आएगा, पचमुर्गा अचार आएगा, जाय फ्रूट चक्का और मेडी मांगा, बहुत सारा प्रोडक्ट आता है। ज़्यादा करके हमको इंग्लिश आता है, बाकी इधर मलयालम चलता है सर। ഫെസ്റ്റിൽ ഏറ്റവും രസമെന്ന് വെച്ചാൽ നമ്മുടെ കേരള സ്പെഷ്യൽ ഹൽവ ആൻഡ് ബനാന ചിപ്സ് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പും ഇവിടെ ഉണ്ട്. ഹൽവ ടേസ്റ്റ് ചെയ്യുന്നോ? ഹൽവയൊക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. എത്ര വെറൈറ്റീസ് ഉണ്ട്? ഒരുപാട് വെറൈറ്റികളുണ്ട്. കാന്താരി മുളകിൻ്റെ ഹൽവ വരെ ഉണ്ട് കേട്ടോ. നല്ല ചക്കപ്പഴത്തിൻ്റെയും കാന്താരി മുളകിൻ്റെയും ഒക്കെ ഒരുപാട് വെറൈറ്റികൾ ഹൽവകളുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാലോ? മുളകെണ്ണ ആവട്ടെ ആദ്യം. മുളക് എരി കഴിഞ്ഞിട്ട് നമുക്ക് മധുരത്തിലേക്ക് പിടിക്കാം. നല്ല കാന്താരി മുളകിൻ്റെ ഹൽവ. ആദ്യം ഒരു മധുരമായിരിക്കും, കഴിച്ച് പതുക്കെ പതുക്കെ ആയിരിക്കും കിട്ടുന്നത്. എല്ലാം ഫ്രൂട്ട് അരച്ച് ചേർക്കണം. ഒന്നിൽ ഫ്ലേവറോ കളറോ ചേർക്കില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിപ്പോൾ മാതളമാണ്, പൊമോഗ്രാനൈറ്റ്. അത് ഫുള്ള് സ്റ്റഡ് ചെയ്തിട്ടേക്കണാണ്, കട്ട് ചെയ്തിട്ടേക്കണം. കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഏരിയ ഒക്കെ വരും. നമുക്ക് ആ ഏരി ഫീൽ ചെയ്യും. ഇത് നമ്മുടെ നാടൻ കരിപ്പട്ടി ഹൽവ, അരിയിൽ കരിപ്പട്ടി അരച്ച് ചേർത്ത് ചെയ്യുന്ന ഹൽവ. ക്യാമറമാനെ പിന്നീട് തരാം അല്ലേ? ഇത് കൊള്ളാം. മറ്റേ കഴിച്ച് കഴിയുമ്പോൾ ആ എരിവ് കുറേ പോകുന്നുണ്ട്. ഇത് ഹലുവകളുടെ രാജാവ് എന്ന് പറയും, ഗോതമ്പ് ഹലുവ, മസ്കൂത്ത് ഹലുവ. ഇത് നമ്മൾ നെയ്യിൽ ചെയ്യുന്നതാണ്. ഗോതമ്പ് നെയ്യും കൂടെ അരച്ച് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം എണ്ണയിൽ ചെയ്യുന്നതാണ്, വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വെറൈറ്റിയാണ് ചോക്ലേറ്റ് ഹൽവ. ഇതെല്ലാം അവിടെ കഴിച്ച് ചോക്ലേറ്റ് ഹൽവ. അതെ, ഇനി ചേട്ടൻ പറഞ്ഞാൽ മതി, ഇനി കഴിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവിധ കോഴിക്കോടൻ ഹലുവകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ലൈവായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാം. ധൈര്യമായിട്ട് പോരുക. ഒരു മാസം ഞങ്ങളിവിടെ ഉണ്ടാവും. ഇതിപ്പോൾ എങ്ങനെയാണ് പ്രൈസ് ഒക്കെ വരുന്നത്? എങ്ങനെയാണ്? നമുക്ക് കേജ് 400 രൂപ വരുന്നുള്ളൂ. ഏതെടുത്താലും കേജ് 400. അതിൽ തന്നെ നമുക്ക് അസോർട്ടഡ് ഓപ്ഷൻ വരും. ചിലർക്ക് ഒരു 1/2 കിലോ മതിയാവും. അതിൽ തന്നെ എല്ലാ വെറൈറ്റിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അസോർട്ടഡ് ഓപ്ഷൻ ഉണ്ട്. ഒറ്റ പാക്കിൽ 8 വെറൈറ്റി മിക്സ് ചെയ്തിട്ട് സിംഗിൾ പാക്കിൽ എടുക്കാം. സെയിം റേറ്റ് തന്നെയാണ്. ഹാഫ് കേജ് 200 റുപ്പീസ്. ഇനി അതിൽ ഒരു വ്യത്യാസം, ഗോതമ്പ് ഹൽവ മാത്രം നമുക്ക് കിലോ 500 വരും. ബാക്കി ഏതെടുത്ത് കഴിഞ്ഞാൽ കിലോ 400. 1 കിലോ 400. അത് സിംഗിളായിട്ട് എടുക്കാം. ലൈവായിട്ട് വേണമെങ്കിൽ ഇഷ്ടമുള്ള വെറൈറ്റീസ് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് കട്ട് ചെയ്ത് തരും. ഇത്രയും കടകൾ കണ്ടതിൽ ഒരു മലയാളി ചേട്ടനാണ് ഫുൾ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് കടയിൽ. എന്തായാലും ഇത് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ ഐറ്റമാണ്. കാരണം എല്ലാം അടിപൊളി നല്ല ടേസ്റ്റുള്ള ഹലുവകളാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കഴിച്ചത് മൊത്തം. പിന്നെ ആ മുളകിൻ്റെ കാന്താരി മുളകല്ലേ, അത് ഹൈലൈറ്റ് ആണ്. അത് സ്പെഷ്യലാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. കുറച്ച് എരിവുണ്ടായിരുന്നില്ല, അടുത്ത ഹലുവ കഴിച്ചപ്പോഴത്തേനും അത് മാറി കിട്ടി. 25 വെറൈറ്റി പപ്പടങ്ങളുണ്ട്. ഇത് നമുക്ക് ഹെൽത്തിയാണ്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഫ്രെയിംസ് ഒക്കെ വറുത്ത് കൊടുക്കില്ലേ, ആ ഫ്രെയിംസ് വറുത്ത് കൊടുക്കുന്നതിന് വരെ നമുക്ക് പപ്പടങ്ങൾ, ചൗവരി, അരി, അതുപോലെ ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ, വെളുത്തുള്ളി, സവോള, ചുവന്ന മുളക്, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇങ്ങനെയുള്ള പച്ചക്കറികൾ അരച്ച് ചേർത്തിട്ട് ചെയ്യുന്ന പപ്പടങ്ങളാണ്. ഇത് നമുക്ക് ചായക്ക് സ്നാക്സ് ആയിട്ട് വറുത്ത് കഴിക്കാം. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് വറുത്ത് കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഊണിൻ്റെ കൂടെ പപ്പടമായിട്ടും കഴിക്കാം. ഇത് എണ്ണയിലും പൊരിക്കാം. ഇനി നിങ്ങൾക്ക് എണ്ണ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒട്ടും എണ്ണയിലാണ്, നമുക്ക് എയർ ഫ്രയർ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ വിത്തൗട്ട് ഓയിലും പൊരിച്ചെടുക്കാൻ കഴിയുന്ന ഐറ്റമാണ്. ചുവന്ന മുളകാണ്. ഫുൾ ആ മുളകിൻ്റെ സ്കിന്നും സീഡും ഒക്കെ നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ കഴിയും. ഒന്നിലും കളറോ ഫ്ലേവറോ ഒന്നും ചേർക്കില്ല. എല്ലാം അതാത് പച്ചക്കറികൾ അരച്ച് ചേർത്ത് ചെയ്യുന്ന വെറൈറ്റികളാണ്. അതിലൊരു 10-20ഓളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ടാവും. ഇത് ഉരുളക്കിഴങ്ങ്, കാന്താരി മുളക്, വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടെ അരച്ചത്, ജീരകം, ചുവന്ന മുളക്, ബീട്രൂട്ട്, അതുപോലെ വെളുത്തുള്ളി, റാഗി, കൂരവ്, തക്കാളി, പിന്നെ സവോള, പഞ്ചാബി മസാല സ്പൈസസ് എല്ലാം കൂടെ അരച്ച് ചേർത്തത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പപ്പടങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ്. ഇവിടെ ഒരു വലിയ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു കോട്ടൻ്റെ, അത് കണക്ക് തന്നെ കോട്ടൺ ആൻഡ് സിൽക്കിൻ്റെ ഒരു കോട്ടൺ ഫാബ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് 2024 ഭാഗമായിട്ട്. അത് കൊച്ചി മെട്രോ സ്റ്റേഷന്, കലൂർ മെട്രോ സ്റ്റേഷന്, കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. ഇവിടെ നമ്മളിപ്പം കയറിയിട്ട് കുറേ ഐറ്റംസ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ ഡ്രസ്സിൻ്റെ ഐറ്റംസിനെല്ലാം, ഏകദേശം ഡ്രസ്സിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ അതിനെങ്കിൽ ഇനി ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഐറ്റംസിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വന്ന് ഫുഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ ഹൽവ, അതേപോലെ തന്നെ അച്ചാറെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് റേറ്റിന് കിട്ടാൻ പറ്റും. അതും വെറൈറ്റീസ് ഓഫ് അച്ചാറും ഹൽവയും അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം കോട്ടൺ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംഭവങ്ങളെല്ലാം ട്രൈ ആവുന്നതാണ്. അത്യാവശ്യം കളക്ഷൻസ് സംഭവങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് കണ്ടതിൽ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും ആ ഒരു സാധനങ്ങൾ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സംഭവങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വന്ന് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക.